അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ മിഞ്ഞാന്ന് കേക്ക് ഇട്ടീനെ നമ്മളെ ഗോതമ്പ് ഉണങ്ങാതെ നീനിയല്ലോ. അതൊക്കെ ഏതായാലും ഞാൻ എന്താട്ടി ഔത്താണ് കൊണ്ടുപോയിട്ട് കാണ്ട് നമ്മൾ ഔത്ത് കടന്ന് അങ്ങനെ ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഔത്തിട്ടതാണ് കേട്ടോ. ഏതായാലും നമ്മളെ ഗോതമ്പ് കുറേയൊക്കെ ഉണങ്ങിയിരിക്കണ്. പക്ഷേങ്കിൽ മക്കളെ നമ്മളെ മുളകാണ് നമ്മളെ പറ്റിച്ചത് കേട്ടോ. മുളക് കേക്ക് അത് നല്ല വെയിലില്ലാതെ കേക്കിയാൽ വെള്ളം കുടിച്ചല്ലേ. ഏതായാലും നമ്മളെ മുളകും ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് കൊണ്ട് ചപ്പി കൊണ്ട് തന്നെയാണ്. പിന്നെ വെച്ചിങ്ങനെ തോന്നി നമ്മൾ ചോറും കൂട്ടാനൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ തിജുണ്ടാവുമല്ലോ അടുപ്പിൽ. അപ്പോൾ ഒരു ചെമ്പട്ടിയിലാണ് ഇട്ടുകാണ്ട് ആ അടുപ്പത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ചൂടുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണങ്ങും ആവോന്ന് എഴുതിക്കാണ്ട് അങ്ങനെ ഏതായാലും ഞാൻ ചോറും കൂട്ടാനൊക്കെ ആയതിൻ്റെ ശേഷം ഞാൻ ചെമ്പട്ടിയിലിട്ട് വെച്ചാണ് കേട്ടോ. ഇത് ഇന്നലത്താണ് കേട്ടോ. ഇന്നലെ ചോറും കൂട്ടാനൊക്കെ വെച്ചിട്ട് നല്ല കാണലുണ്ടായിനല്ലോ. അപ്പം ഞാൻ അങ്ങനെ വെച്ചതാണ്. ഏതായാലും അൽഹംദുലില്ലാ ഇന്ന് ഏതായാലും നല്ലൊരു വെയിലൊക്കെ കണ്ടിട്ടോ രാവിലെ. അപ്പം ഞാൻ വാർപ്പിൻ്റെ മേലെ ചെന്ന് നോക്കുമ്പോൾ നിങ്ങളോട് പറയുകയാണ് ഈ വാർപ്പ് നിറച്ച് വെള്ളമാണ്. അപ്പോൾ ആ വെള്ളമൊക്കെ ഞാനൊന്ന് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കിക്കണം കേട്ടോ. ഇനി ഉണങ്ങിയിട്ട് വേണം അതവിടെ കൊണ്ടുവന്നിടാൻ. അങ്ങനെ അടിച്ചോലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്ന വീഡിയോകളൊന്നും ചായയും കടിയൊന്നും ഉണ്ടാക്കണം എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് തേങ്ങാച്ചോറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് ഇറച്ചി എടുത്തും വെച്ചിക്കണമല്ലോ. അപ്പോൾ ഏതായാലും ആ ഇട്ടുകാണ്ട് കുറച്ച് ചാറും ഉണ്ടാക്കാം അങ്ങനെ വിചാരിച്ച് കണ്ട് ഏതായാലും ഞാൻ തേങ്ങയും ജീരുള്ളി പിന്നെ കുറച്ച് ഉലുവി നല്ല നമ്മളെ പാൽക്കൻ്റെ അരിയൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് ചോറ് വെക്കണത്. ഇന്ന് രസം പിടിയത്തെ അരിയല്ല കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറ് ഇന്നിപ്പോൾ ഈ അരി കൊണ്ടൊന്ന് വെച്ച് വെക്കാൻ കരുതി. ഏതായാലും നമ്മൾ തിജ്ജ് കത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് രാവിലെ ചപ്പാത്തി ഇനി അപ്പോൾ ഏതായാലും ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞ് നമുക്ക് തിജ്ജൊക്കെ ഒന്ന് കെട്ടിനി പിന്നെ ഒന്ന് കത്തിച്ച് കൊടുക്കണമല്ലോ. ചോറ് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ തീമടല്ലേ. അങ്ങനെയാണ് ഇപ്പോൾ തിജ്ജൊക്കെ കെട്ടാറിക്കണേ. അപ്പോൾ ഏതായാലും രണ്ടാമതൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ തിജ്ജൊക്കെ കത്തി. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉണ്ടായി കേട്ടോ. അതൊക്കെ നമ്മൾ ആ ചാക്ക് കൊണ്ടുപോയിട്ടിക്കണേ. അങ്ങനെ വിറക് അങ്ങനെ കത്തി പിടിച്ചിക്കണേ. അപ്പം ഇനി നമുക്ക് ചോറ്റിൻ്റെ ചെമ്പട്ടി അങ്ങനെ അടുപ്പത്തേക്കാണ് വെക്കട്ടോ. ഇനി അതവിടെ കടന്ന് കാണ്ട് അങ്ങനെ വന്നോട്ടെ. ഉപ്പ് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ഇറച്ചി ഇതാക്കണം. കുറച്ച് നെയ്യും ഇറച്ചിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇറച്ചിയും കുമ്പളങ്ങിയും ചാറ് വെക്കാന്നൊക്കെ എഴുതിയിരിക്കണം. അപ്പോൾ ഇറച്ചി ഏതായാലും കേക്ക് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ചോറൊക്കെ ഒന്ന് വെന്ത് കിട്ടുമ്പോഴത്തേന് നേരം കുറേ ആവും. അപ്പോൾ ഒന്ന് മറ്റേ കാര്യമല്ല രസം പിടിയത്താണെങ്കിൽ പെട്ടെന്നാണ് വെന്തിട്ടും ചോദിച്ചു. ഇതാകുമ്പോൾ കുറേ നേരം അടുപ്പത്ത് വെക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഇനി ചോറ് വെന്തിട്ട് ഇറച്ചി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല. അപ്പോൾ ഏതായാലും ഞാൻ എന്താട്ടി കുക്കറിലാണ് വെക്കാറുത് കേട്ടോ ഇന്ന് ഇറച്ചി. അപ്പം ചാറല്ലേ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആട്ടാന്ന് കരുതി. അപ്പം ഇനി കുക്കറിൽ 2-3 അടി അടിച്ചാൽ പിന്നെ നമുക്ക് കുമ്പളങ്ങി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏതായാലും മുളകും മഞ്ഞളും ഉപ്പും മല്ലിപ്പൊടി പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തീനി വല്ലുള്ളി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആ പെരിഞ്ജീരകം അരച്ചീനി ആ മിക്സി ഒന്ന് കേകിക്കാണ്ട് ഒന്ന് പാർന്നൊട്ടുക്കണം കേട്ടോ. അപ്പം പെരിഞ്ജീരകം നമ്മൾ വേറെ കുപ്പിക്കാക്കുകയും ചെയ്തിക്കണം. എന്നിട്ട് പിന്നെ ഒക്കെ പാടിട്ടുകാണ്ട് കരിയേപ്പൊക്കെ ഇട്ടുകാണ്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് നമുക്ക് അവിടെ വെക്കട്ടോ. ചാറല്ലേ അതുകൊണ്ട് ഏതായാലും നമുക്ക് കുറച്ചും കൂടി വെള്ളം പാരണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം പാർന്നുകാണ്ട് മൂടി വെക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളമാകുമ്പോൾ നമ്മളെ കുക്കറിൽ നിന്ന് ഇങ്ങനെ വിസിലാണ് വരുന്നോട് കൂടി തിളച്ചുന്തും. അപ്പോൾ ആ തിളച്ച് ചിന്താതെ വെക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ ഞാൻ അതിൻ്റെ മേലേക്ക് പാർന്നു കൊടുത്തുക്കണം കേട്ടോ. ഇനി തിളച്ച് തിന്തൂല. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളണ്ടിട്ടോ. ഇനി ചാറൊക്കെ വെക്കുമ്പോൾ കുറച്ച് തോനെ വെള്ളമൊക്കെ കൂടിയാൽ കുറച്ച് ഓയിൽ അതിൻ്റെ മേലേക്ക് ഒന്ന് പാർന്നു കൊടുത്തോളണ്ടി. അപ്പോൾ തിളച്ചൊന്നും ചിന്തൂല കേട്ടോ. ഇനി ഞങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ചോറിന് വെച്ചിനിയല്ലോ അതൊക്കെ ഒന്ന് തിളച്ച് വന്നിക്കണം കേട്ടോ. ഇനി അതങ്ങോട്ട് കടന്ന് വേകട്ടെ. പിന്നെ നമ്മൾ കുമ്പളങ്ങ ചെത്തിയെടുക്കണം കേട്ടോ. കുമ്പളങ്ങ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇന്നലെ കൊടുന്നതല്ലേ. അപ്പോൾ അതിന്മേൽ ഒരു മുറി എടുത്ത് കണ്ട് ഇന്നലെ ചാറച്ചും ചെയ്ത് ഇന്ന് അതിൻ്റെ ബാക്കി ഇട്ട് കണ്ട് നമുക്ക് ഇറച്ചി കൂടാ. അപ്പോൾ ഇത് കുമ്പളങ്ങ കുറച്ച് മൂപ്പ് കുറവാണ്. നല്ല മൂത്ത കുമ്പളങ്ങാണ്. അപ്പോഴേ രസമുള്ളൂ കേട്ടോ ഇറച്ചിയും കുമ്പളങ്ങയും വെക്കാനും. പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് ഇല്ലതാണ്ട് ഇടാം. അപ്പോൾ കണ്ടെങ്കിൽ നമ്മളെ കുക്കറ് വിസിൽ വന്നിക്കണം. അപ്പോൾ ഒരു ഒറ്റ പൊടി പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. കണ്ടോ വിസിൽ വരുമ്പോൾ ചിലതും കണ്ട് തിളച്ചും കണ്ട് ചിന്തും. അങ്ങനെ ഏതായാലും വന്നിട്ടില്ല. അപ്പോൾ അതാണ് ഓയിൽ പാർന്നാലോ വെളിച്ചെണ്ണ പാർന്നാലൊക്കെ അല്ല കോണം. അപ്പം ഇനി കുക്കറിൽ കുറച്ച് ചാറൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ പാർന്ന് കൊടുത്ത് നോക്കണ്ടി തിളച്ചിന്തൂലട്ടെ ആളെ.
അങ്ങനെ നമ്മളെ ചോറ് വെന്തുക്കണോ നോക്കിയതാണ്. പക്ഷേ എനിക്ക് ചോറ് വെന്തിട്ടുമില്ല, വെള്ളമാണ് ഈ വറ്റിയും ചെയ്തിക്കണേ. അപ്പോൾ നമ്മളെന്താട്ടി കുറച്ചുകൂടി വെള്ളം പാർന്ന് കൊടുക്കണം കേട്ടോ. ഈ ചോറാണ് ഈ നല്ലോണം വേഗം വേണം. തേങ്ങാച്ചോറല്ലേ, കുറച്ച് കഴിഞ്ഞ വേഗ് ഇല്ലാഞ്ഞാൽ പറ്റൂല നമ്മളെ തേങ്ങാച്ചോറ്. കുറച്ച് കഴിഞ്ഞതാണ് വെറുങ്ങലിച്ചു കേട്ടോ. അപ്പോൾ പച്ചവെള്ളം പാർന്ന് കൊടുക്കരുത്. ഇങ്ങനെ നമ്മൾ വെള്ളം ചൂടാക്കി പാർന്ന് കൊടുക്കണം കേട്ടോ. രണ്ടാമൊക്കെ വെള്ളം പാർന്ന് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മളെ ചോറ് ഏതായാലും അങ്ങനെ വെന്ത് തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും അടുപ്പത്തുണ്ട്. അപ്പോൾ ഇതാക്കണ നമ്മളെ ഇറച്ചിയും തന്നെ കൂക്കി വെന്ത് ഞാൻ വാങ്ങിക്കണം കേട്ടോ. ഞാൻ എന്താ കാട്ടണമെന്നറിയാം, നമ്മളെ ചാറ്റിന്ന് കുറച്ച് ഇറച്ചിയാണ് കോരിയെടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് വരട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇറച്ചി വരട്ടി ഇനിയിപ്പോൾ എത്താൻ വേണ്ടിയത് ഇറച്ചിയും കുമ്പളങ്ങിയും ചാറും ഉണ്ട്, ഇറച്ചി വരട്ടും ഉണ്ട്. എത്തപ്പം ഇനി വേണ്ടി പിന്നെ പപ്പടവും പൊരിച്ച. ഏതായാലും ആ ഇറച്ചിയാണ് ഊറ്റി വെച്ചേക്കണം കേട്ടോ. ഇനിയിപ്പോൾ ചാറ്റിൽ പറ്റങ്ങോട്ട് ഇറച്ചി ഇല്ലാതൊക്കെ വേണ്ട. അപ്പോൾ ഏതായാലും കുറച്ച് ഇറച്ചിയായി തന്നെ നിർത്തുകയും ചെയ്തിരിക്കണം. അപ്പോൾ എന്തായാലേ ഒരു 500 ഇറച്ചി കൊണ്ട് ഇപ്പോൾ ചാറും ഉണ്ട് വരട്ടും ഉണ്ട്. ഏതായാലും നമ്മൾ അതൊക്കെ അടുപ്പത്ത് വെച്ചപ്പോൾ നമ്മളെ വാർപ്പൊക്കെ ഒന്ന് വന്ന് നോക്കുമ്പോൾ ഉണങ്ങിക്കണേ. ഞാൻ എന്താട്ടി മാണ്ടി വന്ന് കണ്ട് നമ്മളെ വാർപ്പുമേലാണ്ട് അവിടെ ചിക്കിയിട്ടിക്കണം കേട്ടോ. ഒരു പഴഞ്ചൊല്ലില്ലേ, മുട്ട അടിച്ചപ്പം കല്ലുമായ ഇത് പറഞ്ഞമാതിരി നമ്മളേതായാലും കുറച്ച് മുളകാണ് മാങ്ങിയോട് കൂടി അത് കേക്കിയോട് കൂടി മഴയാണ് പെയ്തു. എന്തിനൊക്കെ നന്നിഞ്ഞ് ആകെ അങ്ങോട്ട് കുടുങ്ങി ഇതിനെ കൊണ്ട്. ഏതായാലും അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് വെയിലൊക്കെ കൊള്ളിച്ച് അങ്ങനെ ഉണക്കിയെടുക്കാം. അല്ല അപ്പോൾ എത്തപ്പോൾ കാട്ടുക, കൂക്കി കുടുങ്ങി അറിഞ്ഞ മാതിരിയായി. ഇപ്പോൾ കേക്ക് കുടുങ്ങിയില്ലേ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അത് എങ്ങനെയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കുക വേണ്ടിയത്. ഔത്തിട്ടിട്ടോ മാളിൻ്റെ മുകളിലിട്ടിട്ടോ എങ്ങനെയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണം. അല്ല പത്താലേ. ഏതായാലും ഇനി അങ്ങനത്തെ ഒരു ചാതി പറ്റൂല. പറ്റിയതോ ഇനി പറ്റൂല. എല്ലാവർക്കും ഒരട്ടല്ലേ എല്ലാവർക്കും ഓരോ തെറ്റേറ്റുള്ളൂ, പിന്നെ പറ്റൂലല്ലോ. അപ്പോൾ ഒക്കെ ഓരോ പാടാണ്. ഏതായാലും ഞാൻ വപ്പടമൊക്കെ പൊരിച്ചെടുത്തുക്കണം കേട്ടോ. പിന്നെ നമ്മളെ ഇറച്ചി തൂമിച്ചാനും ചാറ് തൂമിച്ചാനും ഇല്ലേ ഉള്ളിയാണ് ഇട്ട് കൊടുത്തുക്കണത് വപ്പടം പൊരിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതാക്കണ് നമ്മളെ മമ്പയർ ഉപ്പേരിയാണ് കേട്ടോ. ഇന്നലെ വാഴയ്ക്കയും മമ്പയറും ഒക്കെ ഉപ്പേരി ആയതുകൊണ്ട് മമ്പയർ ഉപ്പേരിയുടെ ബാക്കിയായി. നമ്മളെ വാഴയ്ക്കയും പയറും അത് കഴിഞ്ഞും ചെയ്തു. അപ്പോൾ ഞാൻ ഏതായാലും ഇന്നെടുക്കാമെന്ന് വിചാരിച്ച് കണ്ടാണ് പാത്തച്ചതാണ്. എന്നും വേണ്ടപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന്. അപ്പോൾ ഒക്കെ ഒരു ദിവസം തന്നെ തിന്നാൻ പറ്റൂലല്ലോ. അപ്പോൾ ഏതായാലും ഇന്നലെ എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇന്നലെ കൊടുക്കായൊന്നുമില്ല. പിന്നെ സനുവിനും മിന്നുട്ടിക്കും പറ്റൂല. പിന്നെ ഇപ്പം ഞങ്ങൾ 3 ആളെ തിന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് അതാ മമ്പയർ. ഏതായാലും ഞാനത് ചൂടാക്കി എടുത്തുക്കണം. ഇന്ന് എടുക്കും ജഡ്ജായതിക്കാണ്ട്. അങ്ങനെ ചാറ്റിക്ക് ഞാൻ ഉള്ളി തൂമിച്ചൊക്കെ പാർന്നിക്കണം കേട്ടോ. ഇനി ഞാൻ നമ്മളെ ഇറച്ചിയാണ് തൂമിച്ചെടുക്കുക. ഇനിയിപ്പോൾ എത്താൻ വേണ്ടിയതില്ലേ എല്ലതുമായി. തേങ്ങാച്ചോറിന് തേങ്ങാച്ചോറുമായി, ഇറച്ചിയും കുമ്പളങ്ങിയും ചാറിന് ഇറച്ചിയും കുമ്പളങ്ങിയും ചാറുമായി, ഇറച്ചി വരട്ടുമായി, പിന്നെ വാപ്പടം പൊരിച്ചതും അടിപൊളിയാണ്. അടിപൊളിയായിട്ട് ഇന്നത്തത്. അങ്ങനെ നമ്മളെ മക്കളൊക്കെ പള്ളിയിൽ പോയി വന്നപ്പോൾ ഇങ്ങനെ ചോറ് എരിമാറണം. അങ്ങനെ മക്കൾക്കൊക്കെ ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങാച്ചോറും ഇറച്ചി വരട്ടും നമ്മളെ വപ്പടം പൊരിച്ചതും ഇറച്ചിയും കുമ്പളങ്ങിയും ചാറും കൂട്ടി മക്കൾക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാക്കണേ അൽഹംദുലില്ലാ നമ്മൾ വെയിലൊക്കെ അരച്ചിട്ടുണ്ട്. വെയിലൊക്കെ അരച്ച് നമ്മളെ ഗോതമ്പൊക്കെ ഉണങ്ങി കിട്ടിയാൽ തന്നെ നമ്മളെ ഗോതമ്പും മുളകും ഉണങ്ങി കിട്ടിയാൽ തന്നെ മനസ്സിക്കൊരു സമാധാനമാണ് ഞങ്ങളെ. ഏതായാലും ഇനി പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരട്ടോ എല്ലാവരോടും.